കേരളോ എനിക്കറിയാൻ തോൽക്കാൻ ഒരു അതി മനുഷ്യനെ കളിയാക്കണ ഏർപ്പാട്. മണി 10 കഴിഞ്ഞു. ഉച്ചക്കേ നമ്മ തിന്ന അതിനാ താമസ്. ഇതാ പിടിച്ചോ. പോവാ. അത് പറയണം. ഉടനെ വരുമോ അതോ? ആ, എനിക്ക് അത്യാവശ്യമായി ഒരു സുഹൃത്തിനെ കാണാനുണ്ട്. അരവിന്ദന്റെ കാര്യം ചെയ്യേ, വണ്ടി അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്തു. ഈ പട്ട എവിടെ പോയി കിടക്ക പണ്ടറങ്ങാനായിട്ട്? സാറേ, മനുഷ്യനായ കുറച്ച് മനുഷ്യത്വം വേണം. നമ്മൾ ഒരുമിച്ച് ഒരു കാറിൽ വന്നു. സാർ ഇവിടെ ഇരുന്ന് ഞാൻ പുറത്തിരുന്ന് കൊതുകടി കൊള്ളുക. എനിക്കും കൂടി പറ. എടോ, ഡ്രൈവർമാരായാൽ ഡ്രൈവർമാരുടെ നിലയ്ക്ക് നിൽക്കണം. നിൽക്കാം, പക്ഷെ പ്രൊഫസർമാരുടെ നിലയ്ക്ക് നിൽക്കണം. പറഞ്ഞാട്ടെ? പറഞ്ഞില്ലെങ്കിലോ? വേണ്ട, പറയണ്ട. പക്ഷെ സംഭവം വീട്ടിലറിയും. അതെങ്ങനെ? തിന്ന ചോറിന് നന്ദി കാണിക്കണ്ടേ സാറേ? എനിക്കൊരു ഉത്തരവാദിത്വമൊക്കെ ഇല്ലേ? ഞാൻ വീട്ടിൽ പോയി അമ്മാളും കൂടെ പറയാണ്ടിരിക്കൂ. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഇങ്ങനത്തെ ഒരു വിസ്കി, 2 വിസ്കി. അരവിന്ദനെ ആരും പിടിക്കണ്ട. അരവിന്ദന് വഴി അറിയാം. നാട്ടുകാരെ കേട്ടോട്ടെ. നാട്ടുകാരൊന്നുമില്ലല്ലോ ചെലവിനെ. ഈ കാറി അതല്ല, അതാ വണ്ടി. ഇവിടെ വേണ്ട, ഇങ്ങനെ വേണേ ഇങ്ങനെ പോവാം. ഇവിടെ കയറണോ? ഒരു ദിവസം പ്രൊഫസർ ഡ്രൈവറാവും, ഒരു ദിവസം ഡ്രൈവർ പ്രൊഫസറാവും. സമി ഇപ്പൊ തന്നെ ഓവറാണ്. സൂക്ഷിച്ചു ഓടിക്കുക. ഞാൻ ഇതിന്റെ പിന്നില് പതുക്കെ കിടന്ന് ഉറങ്ങാണ്. ഞാൻ പറയാം, വണ്ടി വിട്ടേക്കാം സ്വാമി. ഓട്ടെ സ്വാമി. என்னது இப்படி கொரட்டோட தூங்கிட்டு இருக்கீங்க? எழுந்திருங்கண்ணா, எந்திரிங்க. காலேஜ் போக வேண்டாமா? மணி ஆறுதுன்னா 5 മിനിറ്റ് കഴിഞ്ഞോട്ടെ. எழுந்து குளிச்சிட்டு வாங்க, நான் பிரசாதம் தரேன். എന്റെ പ്രസാദമല്ലേ ഈ മുമ്പിൽ നിൽക്കുന്നത്? நீங்க என்ன காலையில எந்திரிக்கும் போது நல்ல மூட்ல இருக்கீங்க போல இருக்கே. சரி, சூடா காஃபி கொண்டு வரட்டுமா? தஜம் 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 தகதி தகணக ஜம் தரி கிட்ட தக தஜம் 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 தத்தி தகணக ஜம் தரி கிட்ட தக தித்தகணக ஜம் தரி கிட்ட தக தத்தரி தத்தன തജ്ജോണു തരികിടത്തോ തരികിടത്തോ തരികിടത്തോ. ഡാൻസ് ഒക്കെ മതി, ഇന്ന് കോളേജ് തുറക്കുന്ന ദിവസമല്ലേ. വാ വാ, സമയായി. നാളെ വീട്ടിൽ കഴിച്ചോ? ഇല്ല. ஏண்டி மேல வந்து விழற? தள்ளி நின்று விளம்பக்கூடாதா? உள்ளப்பா, അകത്ത് പോവാൻ. മടിയില പിടിച്ച് ഉட்கார വെച്ചിരുന്നോ? രാവിലെ വഴക്കുണ്ടാക്കാൻ തന്നെ നിന്റെ പുറപ്പാടെന്ന് തോന്നുന്നില്ല. അതെ, ഞാനാണോ അല്ലേ വഴക്കുണ്ടാക്കുന്നത്? മോളെ പൊണ്ണിയും കൂടെ കൂട്ടിട്ട് ഒന്ന് ഉட்கார വെച്ചിരുതാനേ. എങ്ക ഒറ്റയ്ക്ക് ഇരുന്നാലേ സുഖം കിട്ടൂ. ഓരോ കിലോ ഉപ്പ് വീതമുണ്ട് ഓരോ ഇഡ്ഡലിയിലും. മമ്മി തനിച്ചിരുന്ന് തിന്നോ? അതെങ്ങനെ? ഓരോ പെമ്പിള്ളേരെ കൊണ്ടുവന്ന് നിർത്തും ജോലിക്കെന്നും പറഞ്ഞു. ദോർക്കെ എത് കിടച്ചാലും സാപ്പിടത്തേക്ക്. മോളെ ഇത്തിരി സാമ്പാർ ഒഴിക്ക്, അപ്പൊ പറയത്തില്ല. ഡാഡിക്ക് പിന്നെ ഇഡ്ഡലി സാമ്പാറും കിട്ടിയ വേറെ ഒന്നും വേണ്ടല്ലോ. ചുമ്മാ അല്ല കോളേജിലെ പിള്ളേര് സാമ്പാർ പ്രൊഫസറെന്ന് വിളിക്കുന്നത്. കാലത്തെ മേടിക്കരുത്.
சாம்பார் இட்டு. ആ പോട്. போட்டுங்க. പോതും പോതും. இந்த பாலையாவது குடிச்சிட்டு போங்க. ഗുഡ് മോർണിംഗ് സർ. സമയം എന്തായി? ബസ് കുറച്ച് വൈകി. സാറന്മാരും പിള്ളേരെ പോലെ ആയാലോ? ചെല്ലേ. എക്സ്ക്യൂസ് മീ സർ. ഗുഡ് മോർണിംഗ് സർ. എങ്ങോട്ടാ അത്യാവശ്യമായിട്ട് കാലത്തെ? ക്ലാസ്സിലേക്ക്. തോന്നുന്നതും വരാനും പോകാൻ ഇതെന്താ പബ്ലിക് കൺഫർസേഷൻ ആണോ? കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. ഇനി ഇങ്ങനെ താമസിച്ചു വന്നാൽ തന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. മനസ്സിലായോ? ആ ചെല്ലേ. ഉണ്ണികൃഷ്ണൻ, എന്റെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് താൻ. ഉഴപ്പന്മാരെ ഞാൻ വെറുതെ വിടും. പക്ഷെ താൻ അങ്ങനെ ആവാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. ആ ചെല്ലേ. ഞാൻ ഇങ്ങോട്ട് പോരട്ടെ. എടുത്തോണ്ട് പോ. എല്ലാം കയ്യെത്താ. ഇതെന്താ? പപ്പടം. പപ്പടാണല്ലേ. അപ്പൊ ഇതോ? മോര്. മോരാണല്ലേ. ഇതിലെന്താ? ചോറ്. അപ്പൊ കൂട്ടാനൊന്നുമില്ലേ? എന്നോടൊന്ന് പറയിപ്പിക്കില്ല കേട്ടോ. അയ്യോ കൈ എന്തൊരു സുഖം നിനക്കുണ്ടോ? ഞാൻ ഒരു കാര്യം ചെയ്യാം. മാളൂട്ടി ഇതൊക്കെ ഒന്ന് പിടിച്ചേ. വല്ലാത്ത വിശപ്പ്. ഞാൻ കൊണ്ടിട്ട് പോവാ. വന്നിട്ടുണ്ടാ മതി. വല്ലാത്ത വിശപ്പെന്നേ. വന്നിട്ടുണ്ടാ മതി എന്ന് പറഞ്ഞില്ലേ? വന്നിട്ടുണ്ടാമെന്നപ്പോ പറഞ്ഞ നീ. അപ്പൊ ഞാൻ ശരിയാക്കി തരാം. അത്താവേ, എന്തൊരു വിശപ്പാ വിശപ്പ്. ഇങ്ങനെയുണ്ടൊരു വിശപ്പ്. വിശപ്പ് അട്ടിന്ന് ഇങ്ങോട്ട് കുതിച്ച് കേറി വരല്ലേ. ഇനിയിപ്പോ ഇത് വിശപ്പ് തന്നെ ആവോ? അമ്മോ, ഇല കീറിയാലോ? ഇല കീറിയാ മറ്റേ എടുക്കാലോ. വന്നിട്ടുണ്ടാ മതി. ഉള്ള അപ്പൻ്റെ ഉള്ളു അവിടുത്തെ ചോറും മറ്റും. ഞാൻ എൻ്റെ വായനൊന്നും കേൾക്കണ്ട. ഈ പട്ടന്മാരെ കാരണം കൊണ്ടേ ഒരു ബീഫും കൂടി ഉണ്ടാവില്ല പിശാചുകള്. ഇങ്ങോട്ട് പോരെ. ഇങ്ങനെയുള്ള കാര്യം ഞാൻ ഏറ്റു. സാറേ, വിശന്ന് പൊരിഞ്ഞിട്ട് വയ്യ സാറേ, എന്തെങ്കിലും തരണേ. എന്താ? വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരണേ. നല്ല വിശപ്പുണ്ടോ? ആ, നല്ല പൊരിഞ്ഞ വിശപ്പുണ്ടോ? ആ. എന്തപ്പോ ഇയാൾക്ക് ഇങ്ങനെ വിശക്കണാവോ? ഇന്നാളൊരാളുടെ വിശപ്പ് ഇങ്ങനെ മാറ്റിയിട്ടുണ്ടല്ലോ. തന്റെ കുടുംബത്തോടെ തന്നെ വിശപ്പ. അപ്പൊ അതൊരു കാര്യം ചെയ്യും. ഞാൻ ഇവിടെ ഇരുന്ന് സുഖമായിട്ട് ഉണ്ണണത് താൻ അവിടെ ഇരുന്ന് സുഖമായിട്ട് കാണാം. അങ്ങനെ ഇന്നാളൊരാളുടെ വിശപ്പ് മാറിയിട്ടുണ്ട്. നായിന്റെ മോനെ, ഞാൻ വല്ലവനെയും ചാക്കി വെച്ച് രണ്ടു ഒറ്റ വാരി തിന്നാൻ നോക്കുമ്പോ പിച്ചപാത്രത്തിന് കഴിയാൻ നോക്ക. കൊന്നോളെ ഞാൻ. ഓടാ ഓടാ. നല്ല വിശപ്പുണ്ടെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യടാ പട്ടി. ഇതൊന്നും അങ്ങനെ തുറക്കാറില്ല. ഇതാണ് തനിക്ക് താമസിക്കാനുള്ള സ്ഥലം. ഉണ്ണി ഇവിടെ നിൽക്ക്. ഞാൻ പോയി താക്കോൽ എടുത്തോണ്ട് വരാം. സാമ്പാർ നല്ല ജോറായിക്കണം കേട്ടോ. ஏன் இப்படி கொழுக்கட்டை முழுங்கின மாதிரி நிக்கிறீங்க? ആ അതെ ബാഗി, വല്ലാത്ത ദാഹം. നീ കുറച്ച് വെള്ളം എടുത്തു. ഇவ்வளவுதானா? മാളു, മാളും കീളും കൊടുത്താൽ ശരിയാവത്തില്ല. ഒരു വലിയ ഗ്ലാസ് നിറച്ച സംഭാരം, കുറച്ച് പച്ചവെള്ളം നല്ല കുനുകുനാന്നരിഞ്ഞിട്ട്, കുറച്ച് ഇഞ്ചിയും ചതച്ചിട്ട്, കുറച്ച് ഐസും. എന്റെ ഭാഗ്യയുടെ തൃക്കൈ കൊണ്ട് തന്നാലേ എന്റെ ദാഹം തീരൂ. இன்னைக்கு என்ன? അപ്പടുത്താ. சரி, நான் இப்ப கொண்டு வரேன். உப்பு போடணுமா? ഉപ്പ് 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 കൊഞ്ചം കൊഞ്ചം പോയോ? പോരെ. ഓ
ജനൽ തുറക്കാൻ പാടില്ല, തുറക്കാൻ പാടില്ല. കുറച്ച് നാളത്തേക്ക് താനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. തൽക്കാലം താൻ ഇവിടെ താമസിക്കുന്ന കാര്യം എന്റെ ഭാര്യയും മകളും അറിയാൻ പാടില്ല. വേണ്ട സർ, സാർ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിന്റെ കാര്യമല്ല ഉണ്ണി. ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ ഭാര്യ ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മണനാണ്. താൻ ഇവിടെ താമസിക്കുന്ന കാര്യം അവൾ അറിഞ്ഞാൽ വേണ്ട, ഇപ്പൊ അറിയാതിരിക്കുന്നത് നല്ലത്. ആ, തനിക്ക് ഞാൻ ഒരു സ്റ്റൗ വാങ്ങിച്ചു തരാം. ആഹാരമൊക്കെ വെച്ച് കഴിച്ചു, സ്വൈര്യമായിട്ടിരുന്ന് പഠിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ വർഷത്തെ റാങ്ക് താൻ വാങ്ങണം. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. സാറിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അനുഗ്രഹിക്കും. ഞാനോട് ചെല്ലട്ടെ. ആ പിന്നെ രാവിലെ താൻ ഗൈഡിന്റെ അടുത്ത് നിന്നാ മതി. കോളേജിലേക്ക് പോകുമ്പോ ഞാൻ തന്നെ പിക്ക് ചെയ്യാം. ശരി സർ. ഓക്കെ. നിങ്ങളാരാ? ഉണ്ണികൃഷ്ണൻ. നിങ്ങളല്ലേ ഇന്ന് രാവിലെ കാറിലൊന്ന് കയറിയത്? അതെ. ഇന്നലെ രാത്രി നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പോ താനാണ് ഞങ്ങൾ ഇന്നലെ പേടിപ്പിച്ചു കളഞ്ഞതല്ലേ? ഉണ്ണികൃഷ്ണൻ ഒന്നും അറിഞ്ഞോണ്ട് ചെയ്തതല്ല. പിന്നെ ആര് പറഞ്ഞിട്ട് ഈ വീട്ടിൽ കയറി താമസിച്ചത്? അത് ആര് പറഞ്ഞെന്ന്? ആരോടും പറയരുതെന്ന് ആര്? പ്രൊഫസർ. ഡാഡിയോ? എന്റെ ഡാഡി ഇത്തരം പോറന്മാരൊന്നും വീട്ടിൽ കയറി താമസിപ്പിക്കില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട പ്ലീസ്. താനിപ്പ ഇറങ്ങണം ഇവിടുന്ന്. പറയേണ്ടവര് പറയുമ്പോ ഇറങ്ങിക്കോളാം. ഞാനാ പറയുന്നത്, ഇതെന്റെ വീടാണ്. മര്യാദക്ക് ഇറങ്ങുന്നുണ്ടോ അതോ ഞാൻ ഇറക്കി വിടണോ? ഇറങ്ങിയില്ലെങ്കിലോ? ഇറങ്ങില്ലെന്നോ? കാണണോ? നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തേ നമോ നമ. നമസ്തേ രാമഭദ്രായ രാമായ നമോ നമ. ശരീനെ நல்ல ஒரு ദിവസமா ஏண்டி விளக்க தட்டி போடுங்கிறது? എന്താ എന്താ ഇവിടെ? பாத்தேடா உங்க செல்ல பொண்ணு பண்ணிருக்க லட்சணத்தை. தேவகோபம் வரத்துக்கு இதுக்கு மேல என்ன வேணும்? എന്താ മോളെ ഇത്? Kill me, Daddy. Kill me. I can't live here anymore. എന്താ നീ പറയുന്നത്? ചെന്ന് ചോദിക്ക് നിങ്ങളുടെ സ്റ്റുഡന്റിനോട്. ബ്ലഡി ഫെലോ. എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നതും പോരാ, ചോദിക്കാൻ ചെന്നപ്പോ അവനെന്റെ കരണം തടിച്ചു. என்ன இவ பட்டாசு மாதிரி படபடன்னு வெடிக்கிறா? മമ്മി, ഒരു കൺട്രി വിളിച്ച് ഡാഡി നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചിരിക്കുന്നു. അവനെ ഇന്നലെ രാത്രി ബഹളം വെച്ചത്. ஓஹோ அப்படியா விஷயம்? ஏறா இன்னைக்கு நான் உன்னை கவனிச்சுக்கிறேன். நாரி ഭാഗീരഥി, சீ 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 ஏ வெக்கமே இல்லாதவன் துணியே இல்லாம நிக்கிறான். ഭാഗീരഥി, നീ അതിരിപ്പോ போவில்ல, அவன் வெளியில வரட்டும். ரெண்டுல ஒண்ணு தெரிஞ்சாதான் நான் இங்க இருந்து போவேன். എന്നോട് അകത്തേക്ക് പോകാനാ പറഞ്ഞത്. ഞാൻ പോകുന്നു സർ. പോകാനും മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? വീണ മുറി കടന്നു വന്ന് അനാവശ്യം പറഞ്ഞു. എന്റെ ബുക്കൊക്കെ വാരി പുറത്തെറിഞ്ഞു. നീ അവളെ അടിച്ചതോ? ഇത്രയും കാലമായിട്ട് ഞാൻ അവളെ ഒന്ന് ശാസിച്ചിട്ട് പോലുമില്ല. എന്നെയാണ് ആ കുട്ടി ആദ്യം അടിച്ചത്. അപ്പോ ദേഷ്യം വന്ന് ഞാനും തിരിച്ചടിച്ചു. ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലാത്തായിരുന്നു. ആ സാരമില്ല, ക്ഷമിക്കാൻ വയ്യാത്ത തെറ്റൊന്നും അല്ലല്ലോ അത്. അതെ സർ, ഞാൻ പോവാണ്. ഇനി ഒരിക്കലും എനിക്കിവിടെ സ്വൈരമായി താമസിക്കാൻ പറ്റില്ല. വീണയോട് എനിക്ക് മാപ്പ് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഉണ്ണി, നിന്നെ ഞാനിവിടെ താമസിപ്പിച്ചിരിക്കുന്നത് കൊച്ചു കുട്ടികളെ പോലെ പിണങ്ങി പോകാനല്ല, മനസ്സിലായോ? റാങ്ക് വാങ്ങിക്കാനാണ്. ഇനി എന്റെ അനുവാദമില്ലാതെ ഇവിടുന്ന് പുറത്തിറങ്ങി പോരുത്. അത് കയറിപ്പോ, കേറി പോടാ കരുതേ. ഏത് കാട്ടി നടി വരുന്നത്? ഇവിടെ കുറെ എണ്ണം പഠിക്കാനെന്നും പറഞ്ഞു വരും, നാണമില്ലാതെ. സാറന്മാരുടെ കാല് പിടിച്ചെങ്കിലും ഓസിന് കയറി താമസിച്ചോളും. എന്നിട്ട് ബുദ്ധിജീവി ചമഞ്ഞ് നടക്കും. കാറ്റടിക്കുമ്പോ ഒരു നാറ്റം വരുന്നല്ലേ. കുളിക്കാതെ ഓരോന്ന് കയറി വരും.
ദേ വരുന്നുണ്ട് കേട്ടോ. ചക്കപ്പൂന്തൻ പോകുന്നടേ. തുറക്കടോ, ഞാനാ. എന്താ അത്? ബുക്കാണ് സാർ. ഓ, നോവല്. അടയ്ക്ക്. എന്താണോ നിൽക്കുന്നത്? ഇരിക്കേ. ഇവനാണ് ജോണി വാക്കർ. ആരും അറിയാതെ ഇവിടെ സൂക്ഷിച്ചു വെച്ചോണം. വല്ലപ്പോഴും എനിക്ക് സ്മാൾ അടിക്കണമെന്ന് തോന്നുമ്പോ ഞാൻ വരും. എന്താ, തനിക്ക് സ്മാൾ അടിക്കണോ? അവന്റെ ഒരു നാണം കണ്ടില്ലേ? തൊട്ടുപോകരുത് കരുതേ കൊന്നു കളഞ്ഞാൻ. ആ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നല്ലപോലെ പഠിച്ച് റാങ്ക് വാങ്ങിച്ചില്ലെങ്കിൽ അടിച്ച് സൂപ്പിയാണ് ഇളകളെ. ഞാൻ പഴയ ഒരു ചട്ടമ്പിയാ. ആ, എന്താണോ കഴിക്കാൻ? ഇറച്ചി മീനൊന്നും ഇല്ലേ? ഇല്ല സാർ, ഇല്ല. താനൊക്കെ പിന്നെ എങ്ങനെയാണോ ഇത്രയും തടി വെച്ചത്? ഞാൻ അടുത്ത് വാ, ഒരു സ്വകാര്യം പറഞ്ഞുതരാം. തന്നെ ഞാൻ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് വല്ലപ്പോഴും സ്വകാര്യമായിട്ടൊരു സ്മാൾ അടിക്കാനും ഇറച്ചി മീനും കൂട്ടാനും കൂടെ വേണ്ടിയാ. മനസ്സിലായോ? മനസ്സിലായി. മിടുക്കൻ. ഞാൻ വലിക്കില്ല സാർ. താനൊക്കെ പിന്നെ എന്തിനാടും ആണാന്നും പറഞ്ഞ് മീശയും വെച്ച് നടക്കുന്നത്? ഇതൊക്കെ ഇപ്പോഴേ ശീലിച്ചോണം. എന്നാലേ റിട്ടയർ ആയി കഴിയുമ്പോ സാറന്മാർക്ക് പിള്ളേരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. താൻ ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല. നല്ല സ്മാർട്ടായിട്ട് ഡ്രസ് ചെയ്ത് സുന്ദര കുട്ടപ്പനായിട്ട് നടക്കണം. എന്നാലും സ്റ്റുഡൻസിന് ഇടയ്ക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റും. ഓടിക്കാൻ അറിയാമോ? ബൈക്ക് അറിയില്ല സാർ. എന്നാ പഠിച്ചോ. ബാക്കി കാര്യങ്ങൾ ഞാൻ ശരിപ്പെടുത്തരാം. ബൈക്കിനല്ല, ഇറച്ചി മീനും മേടിക്കാനാ. നമ്മുടെ വീണുമോളെ കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല സാർ. എന്നെ കണ്ടാൽ സ്മാൾ അടിച്ചിട്ടും തോന്നുമോ? ഇല്ല സാർ. അവളെങ്ങാനും അറിഞ്ഞാൽ കിടപ്പ് വരാന്തേല. മണമുണ്ടോ? ഇല്ല സാർ. വേണ്ടായിരുന്നു ഇല്ലേ? വേണ്ടായിരുന്നു സാർ. അതെങ്ങനെ? കഴുത ഓരോന്നും വാങ്ങിച്ച് വെച്ചിരിക്കല്ലേ മനുഷ്യനെ പറ്റിക്കാൻ? സ്കോച്ചാന്നും പറഞ്ഞ് കുഴപ്പമില്ലല്ലോ. കയറി ചെല്ലാലോ. ഓക്കെ. രക്ഷപ്പെട്ടു. ഇനിയിപ്പോ ഉച്ചക്ക് എങ്ങനെ സഹിക്കും? ഏയ്, ആരാടി സ്റ്റൈലൻ? പുതിയതായി ഇറക്കുമതി ചെയ്താണെന്ന് തോന്നുന്നു. മടി, നമുക്കൊന്ന് കറങ്ങി നോക്കാം. ആളിത്തിരി കട്ടിയാണെന്ന് തോന്നുന്നു. വാടി, നമുക്ക് പുറകെ പോയി നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. സോറി. ആളങ്ങ് സ്റ്റൈലായി പോയല്ലോടി. റിയലി ടു സ്മാർട്ട്. അമ്പു വല്ലതും തറച്ചോടി. മാളൂട്ടി തേങ്ങ അരക്കിയ? തേങ്ങയും മുളകും കൂടി അരക്കിയ? അതെ. അതെ, ഈ തേങ്ങയും മുളകും കൂടി അരയ്ക്കുമ്പോ ഏറ്റവും മുമ്പ് അറിയണത് തേങ്ങയാണോ അതോ മുളകാണോ? എനിക്കിതൊന്ന് പഠിക്കണമെന്നുണ്ട്. പഠിപ്പിച്ചു തരോ? അതൊക്കെ അങ്ങ് സ്വന്തം വീട്ടിൽ പോയി പഠിച്ചാൽ മതി. അരക്കണത് ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമുണ്ട്. ആണോട്ടെ? അതെ, എനിക്ക് കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടേ. നിനക്കിപ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടാ? ഉണ്ടെങ്കിൽ പറയ്.
എന്റെ അമ്മേ, ഓ മുളക് തന്നെയാണ് മുമ്പ് അറിഞ്ഞത്. ഓ ഈ പിശാശി അക്രമം ചെയ്യുന്ന പ്രേമത്തിന് എരിവും പുളിയുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓ എന്നാലും ഈ പെണ്ണ് ഇത്ര വലിയ ചതി ചെയ്യേണ്ട കാര്യമില്ല. ഈ പൈപ്പ് എന്റെ അമ്മേ. ഏയ് ഓ വെള്ളല്ലേ, വാട്ടർ സപ്ലൈക്കാര് പണി മുടക്കാൻ കണ്ട ദിവസം ഇവരൊക്കെ എങ്ങനെയാ നന്നാവുക? ഒരു ടവലിന് കിട്ടാൻ എന്ത് ചെയ്യും? ഓ എന്തായാലും പട്ടില് ടവലൊക്കെ വെച്ചിട്ട് തന്നെ പോയിരിക്കണേ. ദൈവമേ, എന്തൊരുണ്ടത്? വിസ്പനയിലും വലിയ വരുമോ? ഇതെന്തത്ര നീളമെന്ന്? എന്റെ ഈശ്വര, பொண்ணை கூப்பிடலையா? അവക്ക് കുറച്ച് കഴിഞ്ഞു മതിയെന്ന്. ഒന്നും വേണ്ട, ഇതൊന്നുമില്ലെങ്കിലും ഇന്ന് സുഖമായിട്ടുണ്ട. என்னமோ ஒரு வாசனை வரல. அது கீரை, இது நான் பண்ணது. என்னமோ ஒரு வாசனை வருதே. ആ അതേ, മുല്ല പൂത്ത മണമാ ഭാഗി. சீச்சி சீச்சி, முல்லையும் இல்லையில ஒண்ணும் இல்ல. இது எங்கேயோ யாரோ என்னமோ வறுத்து கொட்டுற. ഇങ്ങ ആരെന്നെ വറുത്ത് കൊട്ടാൻ? നീ പോയി കുറച്ച് ജീവനം എടുത്തോണ്ടോ. இல்ல இல்லையே, என்னமோ ஒரு வாசனை வருதே. என்ன அவுட் ஹவுஸ்ல நான் போய் பார்த்துட்டு வரேன். ഭാഗി നീ വാ. ആണുങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് പ്രായമായ പെൺകുട്ടികൾ പോകാൻ പാടില്ല, മനസ്സിലായോ? ആ ഞാൻ പോയി നോക്കിട്ട് വരാം. ஐயோ என்னத்தையோ அறுத்து கொட்டுறானே. അരവിന്ദ, 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 താനെപ്പോഴാ വന്നേ? 2 മണിക്കൂറായാലും ഞാൻ വന്നിട്ട്. എന്നിട്ടെന്താ വിളിക്കാഞ്ഞേ? പുറത്താരെയും കണ്ടില്ല. മിനിഞ്ഞാന്നല്ലേ പുറകിലേക്ക് 2 ടയർ വാങ്ങിച്ചത്? അതെ. എന്നിട്ട് അതല്ലോ ഇപ്പൊ കിടക്കുന്നത് പുറകിലാ? അത് തന്നെയാണല്ലോ കിടക്കണത്. എടോ ഇത് തേഞ്ഞ ടയറല്ലേ? വണ്ടി ഓടിയാ പിന്നെ ടയർ തേയാണ്ടിരിക്കൂ? 2 ദിവസം കൊണ്ട് ടയർ തേഞ്ഞു പോവോ? താനത് ആർക്കാ വിറ്റേ? ഞാനോ? പിറ്റെന്ന സാറേ, നമ്മൾ വണ്ടി വല്ലയിടത്തും കൊണ്ട് പാർക്ക് ചെയ്യും, ആരെങ്കിലും വന്ന് ടയർ മാറ്റിക്കൊണ്ടു. ഈ കാലത്ത് കാറ് തന്നെ എടുത്തുകൊണ്ട് പോകണു, പിന്നെ ഇനി ടയർ. ഈ ടയർ ഏത് തെണ്ടിയാണാവോ മാറ്റിക്കൊണ്ട്? 2 ദിവസം മുമ്പല്ലേ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചത്? അതെ. പിന്നെങ്ങനെ 20 കിലോമീറ്റർ ഓടിപ്പോ വണ്ടി നിന്നത്? വണ്ടി വർക്ക്ഷോപ്പിൽ കയറേണ്ട സമയം കഴിഞ്ഞു, അത് തന്നെ. അത് ശരി. താനേ കോളേജ് വിട്ട് വരുമ്പം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ട്രിപ്പ് അടിക്കാറുണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കാ? ഓ ഞാനാ? അങ്ങനെയില്ല. പിന്നെ എങ്ങനെയുണ്ട്? ഞാൻ വല്ലപ്പോഴും കാലടിച്ചു വരുമ്പോ പാവങ്ങളും കൈ കാണിക്കാറുണ്ട്. ഒരു സഹായം എന്ന് കരുതി ഞാൻ അവരെ കയറ്റാറുണ്ട്. അത് തെറ്റാ? അത് തെറ്റല്ല. പക്ഷെ കാശ് വാങ്ങിക്കുന്നതോ? ഇല്ല, അങ്ങനെയില്ല. പിന്നെ എങ്ങനെയുണ്ട്? സന്തോഷത്തോടെ ആരെങ്കിലും എന്തെങ്കിലും തന്നാ ഞാൻ മേടിക്കാറുണ്ട്. അരവിന്ദ, എന്തേ? ഇതെന്താണാവോ അത്? ഈ കാറ് തന്റേതാണെന്നും ഞാൻ സർട്ടിഫിക്കറ്റ് തിരുത്തി പ്രൊഫസർ ആയതാണെന്നും താൻ കോളേജിലെ പിള്ളേരോട് പറഞ്ഞോ? കോളേജിലെ പിള്ളേർ? ഞാൻ പറഞ്ഞു. പറഞ്ഞു. അത് ശരിയാണോ? അല്ല. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? സാറിന് അറിയാലോ ഞാൻ ഒരു നേരം പോക്കാരനാണെന്ന്. പിള്ളേരെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു നേരം പോക്ക് പറഞ്ഞു. അത് ശരി. മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണെന്ന് താന്റെ ഭാര്യയോട് പറഞ്ഞു? പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? സാറേ, ഈ ആണുങ്ങളായിട്ട് ഡീൽ ചെയ്യാം, പക്ഷെ ഈ പെണ്ണുങ്ങളായിട്ട് കൊച്ചുവർത്താനം പറയാനോ ചിരിച്ചു കളിക്കാനോ എന്നെ കിട്ടില്ല. ഗുരുവായൂരപ്പൻ കടാക്ഷിച്ച് ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായിട്ടില്ല. പിന്നെ താൻ ആ മാളൂരിനോട് പറഞ്ഞതോ? എന്തോ ആരും കണ്ടു വിളിക്കണ്ടല്ലോ. ആരും വിളിച്ചില്ല. ഇവിടെ നിക്ക്, ഇവിടെ. താൻ എന്താ മാളൂരിനോട് പറഞ്ഞേ? മാളുവാ? ഇവിടുത്തെ ജോലിക്കാരി. ആ കുട്ടിയുടെ പേര് മാളുന്ന? ആട്ടെ, എന്ത് പറഞ്ഞു? താൻ അവളെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചോളാന്ന. ആ കുട്ടി ഇവിടെ ഉണ്ട്, വിളിക്കാം.
മാളു വിളിക്കണ്ട, വേണ്ട. ആ കുട്ടിക്കൊരു കല്യാണക്കാരെ ആലോചിക്കാന്ന് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. ചോറ് തരുന്ന കൈക്ക് ചെറിയൊരു നന്ദി. എന്നാ അരവിന്ദനൊരു കാര്യം ചെയ്യേ, വീട്ടിലേക്ക് പൊക്കോ. അപ്പോ ഞാൻ എന്നാ വരണ്ടേ? തന്നെ ഞാൻ പിരിച്ചു വിട്ടിരിക്കുന്നു. എന്താ കാരണം? തന്നെ എനിക്ക് വിശ്വാസമില്ല, അത് തന്നെ. സാറേ, ഞാനൊന്ന് ചോദിക്കട്ടെ. ടയറ്, പെട്രോള്, ട്രിപ്പ്, പ്രൊഫസർ, കല്യാണം, അതല്ലാണ്ട് ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് ഞാൻ സാറിന്റെ പെമ്പർനോത്തി അടിച്ചുകൊണ്ട് പോവേ, മോളെ പഴപ്പിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ അരവിന്ദനെ പിരിച്ചു വിട്ടാൽ ഓൾ ഇന്ത്യ ഹൗസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അരവിന്ദൻ നിയമത്തിന്റെ വഴി നോക്കാം. അരവിന്ദനെ ശരിക്കറിയില്ല. തനിക്ക് എന്നെ ശരിക്കൂടാ. താൻ എന്താ വിചാരിച്ചേ ഞാൻ ഒരു കഞ്ഞി പട്ടരാന്നോ? അടിച്ച് ആ മോതിര ഷേപ്പ് മാറ്റിക്കളയും. എടുക്കണോ വാക്കോല്? വെക്കണോ കയ്യില്? ആവോ, നമുക്ക് കുരുക്ഷേത്രത്തിൽ വെച്ച് കാണാം. ആ തോമസേ, പോട്ടെ, ഒക്കെ പോട്ടെ. എന്റെ പേര് തോമസ് ആണെന്ന് സാറിന് മനസ്സിലായി. താൻ ഇവിടെ വന്ന ദിവസം തന്നെ തന്റെ പേരും നാളൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ എങ്ങനെയെങ്കിലും പിഴച്ചു പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇനിയും താൻ ഇവിടെ നിന്നാൽ ഈ കാറും ഈ വീടും താൻ എന്നെ കൊണ്ട് വിപ്പിക്കും. അതുകൊണ്ടാ. സാറേ, ചെറിയൊരു അപേക്ഷയുണ്ട്. ഞാൻ പുറത്ത് എവിടെങ്കിലും പോയി ചുറ്റിപ്പറ്റി ജീവിച്ചോളാം. പക്ഷേ ഈ കാര്യം പുറത്ത് പറയരുത്. ആട്ടെ, താൻ സന്തോഷമായിട്ട് പോയിട്ട് വാ. ഞാൻ പോട്ടെ. തോമസേ, അയ്യോ.